ഹായ്, ഗുഡ് മോർണിംഗ്. വെൽക്കം ടു മൈ ചാനൽ. 2 ദിവസം ലീവ് കഴിഞ്ഞ് പിന്നെ രാവിലെ എണീക്കാൻ എന്ത് മടിയല്ലേ. കിച്ചുവിനെക്കാട്ടും മടി എനിക്കാണ് എണീക്കാൻ. പിന്നെ അമ്മ ഉള്ളതുകൊണ്ട് രക്ഷപ്പെട്ട് പോകുന്നു. രാവിലെ നല്ലൊരു ചായ ഇട്ട് വന്നു അമ്മ, അത് കുടിച്ചിട്ട് കിച്ചുവിന് രാവിലെ ചപ്പാത്തിയാണ്. ചപ്പാത്തി ഉള്ളി വാട്ടിയതുമാണ്. സ്കൂളിൽ കൊണ്ടുപോകാനായിട്ട് ചോറും ടൊമാറ്റോ റൈസ് ആക്കാമെന്ന് വിചാരിച്ചിരുന്നു. ടൊമാറ്റോ റൈസും പൊട്ടറ്റോ ഫ്രൈസും അത് അവന് ഇഷ്ടമാണ്, അതാക്കാമെന്ന് വിചാരിച്ചു. ഇന്നൊരു സ്പെഷ്യൽ ഡേ ആണ്. ഇന്ന് ഞങ്ങളുടെ വെഡ്ഡിങ് ആനിവേഴ്സറിയാണ്. ആസ് യൂഷ്വൽ ചേട്ടൻ ഇല്ല. ചേട്ടൻ മിക്കവാറും വെഡ്ഡിങ് ആനിവേഴ്സറിക്ക് ചേട്ടൻ ഉണ്ടാവാറില്ല. ഉള്ള വെഡ്ഡിങ് ആനിവേഴ്സറി ഞങ്ങൾ ആഘോഷിക്കും, ഇല്ലാത്തത് വരുമ്പോൾ ആഘോഷിക്കും. പിന്നെ അമ്പലത്തിൽ പോകാമെന്ന് വിചാരിച്ചാൽ ഞാൻ വിചാരിച്ചു വൈകുന്നേരം പിള്ളേരുമായിട്ട് പോകാമെന്ന്. കിച്ചുവിനെ സ്കൂളിൽ വിട്ട് വന്നിട്ട് വേണം കിളിയെ എണീപ്പിക്കാൻ. കിളിക്കും ഇന്നും അംഗനവാടി ഉള്ളതല്ലേ. അപ്പം ഞാൻ വിചാരിച്ചു 2 പേരും കൂടെ ആയിട്ട് വൈകുന്നേരം അടുത്തുള്ള അമ്പലത്തിൽ പോകാമെന്ന് വിചാരിച്ചു. അതാകുമ്പോൾ പിന്നെ കുഴപ്പമില്ലല്ലോ, ഞങ്ങൾ 3 പേരും കൂടെ പോകാമല്ലോ. കിച്ചു അവിടെ ഡ്രസ്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതാണ് കിച്ചുവിൻ്റെ വീഡിയോ എടുക്കാഞ്ഞത്. പിന്നെ വേഗം ചോറൊക്കെ ലഞ്ച് ബോക്സിലാക്കി ലഞ്ച് കിറ്റ് റെഡിയാക്കി ഞങ്ങൾ ഇറങ്ങാമെന്ന് വിചാരിച്ച്. ഇറങ്ങാൻ നേരം ചെറിയൊരു മഴയുടെ ലക്ഷണമൊക്കെ കാണുന്നുണ്ട്. വേഗം കിച്ചനെ കൊണ്ടാക്കിയിട്ട് വന്നു കഴിഞ്ഞപ്പോൾ അതേ കിളിപ്പെണ്ണി എണീറ്റിരിപ്പുണ്ടായിരുന്നു. എന്ത് പറ്റിയെന്ന് അറിഞ്ഞില്ല, ഇന്ന് നേരത്തെ എണീറ്റ്. ഇനി കിളിപ്പെണ്ണിനെ ഒരുക്കുന്നതാണ് മറ്റൊരു പാട്. ഞങ്ങളൊന്ന് ചാർജായി വരാൻ കുറച്ച് സമയമെടുക്കും. ബ്രഷ് ചെയ്യുന്നത് വരെ ഇച്ചിരി പാടാണ്. പിന്നെ ചപ്പാത്തിയിൽ എൻ്റെ പരീക്ഷണം നടത്താമെന്ന് വിചാരിച്ചു. നമ്മുടെ നെയ്യ് ഉള്ളതുകൊണ്ട് എന്ത് വേണമെങ്കിലും കാണിച്ചു കൂട്ടാമല്ലോ. ഞാനത് നെയ്യൊക്കെ ഇട്ട്, നെയ്യ് ഇച്ചിരി വളരെയധികം കൂടുതൽ നെയ്യിട്ടാണ് ഞാൻ ഉണ്ടാക്കിയത്. ചപ്പാത്തി ജസ്റ്റ് ഒന്ന് പരത്തിയിട്ട് അതിനകത്ത് കുറച്ച് നെയ്യ് ഒഴിച്ചിട്ട് പിന്നെ അതിങ്ങനെ മടക്കി പരത്തി എൻ്റേതായ ശൈലിയിൽ ഞാൻ ഉണ്ടാക്കിയെടുത്തു. പക്ഷെ നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ. കറി ഇല്ലാതെ തന്നെ അത് കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റായിരുന്നു. അവിടെ യുദ്ധം നടത്തുകൊണ്ടിരിക്കുകയാണ്. കിളിയും അമ്മയും കൂടെ കഴിപ്പിക്കാനുള്ള യുദ്ധത്തിലാണ്. വേഗം കിളിയെ കഴിപ്പിച്ച് റെഡിയാക്കി അംഗനവാടിയിലേക്ക് വിട്ടു. ഞങ്ങൾ ഞങ്ങളുടെ വണ്ടിയിലേ അംഗനവാടി പോകാറുള്ളൂ. അങ്ങനെ അംഗനവാടി പോയിട്ട് വന്നിട്ട് ഞാനും ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു. ചപ്പാത്തിയും ഉള്ളി വാട്ടിയതും പിന്നെ രാവിലത്തെ കുറച്ച് ഫ്രഞ്ച് ഫ്രൈസ്. ഞങ്ങൾക്ക് ഏട്ടക്കൂരയാണ് കിട്ടിയത്. ചേട്ടന് ഭയങ്കര ഇഷ്ടമാണ് ഈ മീൻ. അങ്ങനെ ഏട്ടക്കൂര റെഡിയാക്കാൻ പോവുകയാണ്. അപ്പോൾ അമ്മ പറഞ്ഞു കുറച്ച് ഉള്ളിയൊക്കെ പൊളിച്ച് വെക്കാൻ. മുളകിലാണല്ലോ ഏട്ടക്കൂര വെക്കുന്നത്. അമ്മ വെളുത്തുള്ളി ഇഞ്ചിയും ഇച്ചിരി കൂടുതലിടും ഈ മുളക് കറി വെക്കാൻ, മീൻ മുളകിൽ വെക്കാനായിട്ട്. അമ്മ വേഗം പോയി കുളിച്ചിട്ട് വന്ന്, കാരണം ഏട്ടക്കൂരി ഭയങ്കര മണമാണ്. വെട്ടിക്കഴിഞ്ഞിട്ടൊക്കെ ഭയങ്കര ടസിലൊക്കെ ആയി. ഞാൻ കുളിച്ചിട്ട് വരാമെന്ന് പറഞ്ഞ് വേഗം പോയി കുളിച്ചിട്ട് വന്നിട്ട് കറിയാക്കി കൊണ്ടിരിക്കുകയാണ്. കരിവേപ്പില പിന്നെ ഇഷ്ടം പോലെ ഉള്ളതുകൊണ്ട് അമ്മ വാരി അങ്ങ് വെതറുവാണ്. അമ്മ പറയുന്നത് കരിവേപ്പിലൊക്കെ ഇട്ടാലേ നല്ല മണം വരത്തുള്ളൂ. അത് നമ്മുടെ പറമ്പിലുള്ളതുകൊണ്ട് നമ്മൾ ഫ്രഷായിട്ട് കിട്ടുന്ന കരിവേപ്പിലയാണല്ലോ. അങ്ങനെ ഏട്ടക്കൂരിക്കറിയായി. അപ്പം ഞാൻ പോയി കുളിച്ചിട്ട് വന്ന് ചോറുണ്ട്. എനിക്ക് കിച്ചുവിനെ വിളിക്കാൻ പോകണം. കിച്ചുവിനെ വിളിക്കാനായിട്ട് 3 മണിക്ക് അവൻ്റെ 3:05 സ്കൂൾ വിടും. അപ്പം വേഗം കിച്ചുവിനെ പോയി വിളിച്ചിട്ട് വേണം ഇനി അടുത്ത കാര്യം നോക്കാനായിട്ട്. കിച്ചുവിനെ പോയി വിളിച്ചിട്ട് വരാൻ നേരം കിളിയെ അച്ഛൻ പോയി വിളിച്ചുകൊണ്ട് വരാം അംഗനവാടിയിൽ നിന്ന്. സന്ധ്യ ആയപ്പോഴേക്കും ഞാനും മക്കളും കൂടെ അമ്പലത്തിൽ പോയി. ഞങ്ങളുടെ വീടിൻ്റെ തൊട്ടടുത്തുള്ള ഒരു അമ്പലത്തിലാണ് പോയത്. കുറേ നേരം അവിടെ ഇരുന്നു. ദീപാരാധനയൊക്കെ കഴിഞ്ഞിട്ടാണ് തിരിച്ചു വന്നത്. അമ്പലത്തിലിരിക്കാനായിട്ട് എന്താ പറയുക, ഭയങ്കര ഒരു റിലീഫാണ് അവിടെ ഇരിക്കാൻ നേരം. അത് ഇന്ന അമ്പലമൊന്നുമില്ല, എനിക്ക് എല്ലാ അമ്പലത്തിലും പോയി കുറച്ചേ ഇങ്ങനെ ഇരിക്കാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ്. ഫോട്ടോ എടുക്കുകയാണെന്നും പറഞ്ഞാണ് കിളി പോസ് തരുന്നത്. ഞാൻ പറഞ്ഞു ഫോട്ടോ അല്ല വീഡിയോയാണെന്ന് പറഞ്ഞ്. പിന്നെ അവിടെ ഓടിക്കളിയായി. കുറച്ച് നേരം അവിടെ പിള്ളേർ ഓടിക്കളിച്ചിരുന്നു. ഞാനവിടെ വെറുതെ അവരുടെ വീഡിയോ ഒക്കെ എടുത്ത് ഇങ്ങനെ ഇരിക്കുമായിരുന്നു. അപ്പോൾ കിച്ചു പറഞ്ഞ് അമ്മയുടെ വീഡിയോ ഞാൻ എടുക്കാം, അമ്മ അവിടെ നിന്ന് നടന്നു പോവാൻ, ഞാൻ ഇങ്ങനെ എടുക്കാം അങ്ങനെ എടുക്കാമെന്ന് പറഞ്ഞ് കുറച്ച് വീഡിയോ ഒക്കെ എടുത്ത് പിന്നെ ഞങ്ങൾ വീട്ടിൽ വന്നിട്ട് പിന്നെ ഞങ്ങളുടെ സ്റ്റഡി ടൈം തുടങ്ങി. ഞാനും കിച്ചുവായിട്ടുള്ള യുദ്ധം ആരംഭിച്ചു. കിളി അവിടെ ഇരുന്ന് വെറുതെ എന്തൊക്കെയോ കുത്തിക്കുറിക്കുന്നുണ്ട്. പിന്നെ ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ചു. കിടക്കേണ്ട സമയമായി. Bye. 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 See you tomorrow. Chacha.